فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ ദീനി പഠിതാക്കളെ, തഫ്സീറുൽ ഖുർആൻ്റെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. സൂറത്തുൽ അലഖാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള സൂറത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു അൽ ഖദറാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് സൂറത്തുൽ അലഖ്. സൂറത്തുൽ അലഖിന് പറയപ്പെട്ട പേരുകൾ നമുക്ക് തഫ്സീറുകളിൽ കാണുവാൻ സാധിക്കും. ഒന്ന് അൽ അലഖ്, നമ്മൾ സാധാരണ പറയാറുള്ള അൽ അലഖ്, സൂറത്തുൽ അലഖ് എന്ന പേര് തന്നെയാണ്. രണ്ടാമത്തൊരു പേര് ഇഖ്റ, സൂറത്തിൻ്റെ ആദ്യ ആയത്തിൻ്റെ ആദ്യ പദം ഇഖ്റ, അപ്പോൾ സൂറത്തു ഇഖ്റ. മൂന്നാമത്തെ ഒന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൂറത്തു ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇങ്ങനെ മൂന്ന് പേരുകൾ ഈ സൂറത്തിന് പറയപ്പെട്ടിട്ടുണ്ട്. സൂറത്ത് മക്കിയാണോ മദനിയാണോ? നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സൂറത്ത് മക്കിയായ സൂറത്താണ്. എവിടെയാണ് ഈ സൂറത്തിൻ്റെ അവതരണം? സൂറത്തിൻ്റെ അവതരണം ഹിറാ ഗുഹയിലാണ്. മക്കയിലുള്ള പർവ്വതത്തിൽ ഹിറാ എന്ന ഗുഹയിലാണ് സൂറത്തിൻ്റെ ആദ്യ ഭാഗങ്ങളുടെ അവതരണം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സ് പൂർണ്ണമായപ്പോഴാണ് ഈ സൂറത്തിൻ്റെ അവതരണം. ഈ സൂറത്തിൻ്റെ അവതരണത്തോടു കൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയായി മാറുന്നത്. റസൂലിന് വഹി ലഭിച്ചു തുടങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ച് നബിയായത് ഈ സൂറത്തിലെ ആദ്യ 5 ആയത്തുകളുടെ അവതരണം മൂലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ്. ആദ്യമായിക്കൊണ്ട് അവതരിച്ച സൂറത്തുകളെ അല്ലെങ്കിൽ അവതരിച്ച ആയത്തുകളെ പണ്ഡിതന്മാരെണ്ണുമ്പോൾ 3 രൂപത്തിൽ അവർ പറയുന്നത് കാണാം. ഒന്ന്, ആദ്യമായിക്കൊണ്ട് അവതരിച്ചത് സൂറത്തുൽ അലഖാണ് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അതിൻ്റെ ഉദ്ദേശം ആദ്യമായിക്കൊണ്ട്, യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായിക്കൊണ്ട് വഹിയായിക്കൊണ്ട് തന്നെ ആദ്യമായിക്കൊണ്ട് അവതരിക്കുന്നത് സൂറത്തുൽ അലഖാണ് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ചിലർ പറയുന്നത് കാണാം സൂറത്തുൽ മുദ്ദസിറാണ് ആദ്യമായിക്കൊണ്ട് അവതരിച്ചത്. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ എന്ന സൂറത്ത്. അതെന്താണ് അങ്ങനെ അവർ പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുദ്ദസിർ എന്ന സൂറത്ത് ഇറങ്ങിയതോടുകൂടിയാണ് റസൂലായി മാറുന്നത്. അഥവാ സൂറത്തുൽ അലഖ് അവതരിച്ചു, 5 ആയത്തുകൾ അവതരിച്ചു. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വന്നു. നമ്മൾ സൂറത്തുൽ ഖദറിൽ ആ ഹദീസ്, ദീർഘമായ ഹദീസ് നമ്മൾ വായിച്ചതായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വിശദമായിട്ട് പറയാത്തത്. റസൂൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നിട്ട് ജമ്മിലൂനി പുതപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരുപാട് ദിവസങ്ങൾക്ക് വഹി ഇറങ്ങുന്നില്ല. കുറച്ച് കാലങ്ങൾക്ക് വഹി നിലച്ചു പോയി. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നില്ല, വഹി ഇറങ്ങുന്നില്ല. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ എന്ന സൂറത്തുൽ മുദ്ദസിറിലെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയാണ്. അതാണ് വഹി നിലച്ചതിന് ശേഷം വീണ്ടും വഹി ആരംഭിച്ചത് സൂറത്തുൽ മുദ്ദസിറിലൂടെയാണ്. അങ്ങനെയാണ് ചിലർ പറഞ്ഞത് മുദ്ദസിറാണ് ആദ്യമായിക്കൊണ്ട് അവതരിച്ചത്. ഇനി ചിലർ പറഞ്ഞു സൂറത്തുൽ ഫാത്തിഹയാണ് ആദ്യം അവതരിച്ചത്. അത് ഏതടിസ്ഥാനത്തിലാണ്? ഫാത്തിഹയാണ് ഖുർആനിൽ ആദ്യമായിക്കൊണ്ട് പൂർണ്ണമായി അവതരിച്ച ഒരു സൂറത്ത്. ആദ്യമായിക്കൊണ്ട് അത് ഫാത്തിഹയാണ്. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്. ഏതായിരുന്നാലും പരിശുദ്ധ ഖുർആനിൽ ആദ്യമായിക്കൊണ്ട് അവതരിച്ച സൂറത്തുൽ അലഖാണ്. സൂറത്തുൽ അലഖിലെ ആദ്യ 5 ആയത്തുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസാത്തുകൾ നമ്മൾ പറയാറുണ്ട്. അഥവാ അമാനുഷികമായി പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ വെളിവാക്കുന്ന ചില കാര്യങ്ങൾ. എന്നാൽ ഇർഹാസ്വാത്ത് എന്ന ഒരു പ്രയോഗവും നമുക്ക് ഇത്തരത്തിൽ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും. മുഅ്ജിസത്ത്, കറാമത്ത് എന്നൊക്കെ പറയുന്നത് പോലെ ഇർഹാസ്വാത്ത് എന്ന് പറയാറുണ്ട്. എന്താണ് ഇർഹാസ്വാത്ത്? ഇർഹാസ്വാത്ത് എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാകുന്നതിന് മുമ്പേ ഇതുപോലെ തന്നെ അമാനുഷികമായ ചില സംഭവങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവപ്പെട്ടിരുന്നു. അതിനാണ് ഇർഹാസ്വാത്ത് എന്ന് പറയുക. അപ്പോൾ അതിൽ പെട്ടതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമകൾ നബിയാകുന്നതിന് മുമ്പ് തന്നെ കല്ലുകൾ റസൂലിനോട് സലാം പറഞ്ഞിരുന്നു.
റസൂൽ പറഞ്ഞിരുന്നില്ലേ, എന്നോട് സലാം പറഞ്ഞിരുന്ന കല്ലുകൾ അവയെ എനിക്കറിയാമെന്ന് റസൂൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമകൾക്ക് മേഘം തണലിട്ട് കൊടുത്ത സംഭവം, അബൂ താലിബിൻ്റെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രാ സംഘത്തിൽ പോകുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുകളിൽ മേഘം റസൂലിന് തണലിട്ട് കൊടുത്തിരുന്നു. അത് ഇർഹാസ്വാത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമ ബീവിയുടെ വീട്ടിൽ, ഹലീമ ബീവി റസൂലിന് മുല കൊടുക്കുന്ന ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് അത് മലക്കുകൾ കീറി അവിടെ പിന്നെ സംസം വെള്ളം കൊണ്ട് ശുദ്ധിയാക്കിയ ആ ഒരു സംഭവം, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമകളുടെ ഇർഹാസ്വാത്തിൽപ്പെട്ടതാണ്. ഇതിൽപ്പെട്ടതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാകുന്നതിന് മുമ്പേ ചില സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ആ സ്വപ്നങ്ങളുടെ പ്രത്യേകത, റസൂൽ സ്വപ്നങ്ങൾ കാണും, ആ സ്വപ്നങ്ങൾ സുബ്ഹാകുമ്പോൾ പുലരുകയും ചെയ്യും. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് റസൂലിന് ഒറ്റയ്ക്കിരിക്കണമെന്നും അള്ളാഹുവിനെ ആരാധിക്കണമെന്നും ആഗ്രഹം വന്ന് ഹിറാ ഗുഹയിലേക്ക് റസൂൽ പോകുന്നത്. ഹിറാ ഗുഹയിലെത്തി അവിടെ അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ ഭക്ഷണമൊക്കെ കൊണ്ടുപോകും. ഭക്ഷണം കഴിഞ്ഞാൽ തിരിച്ച് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വരും. വീണ്ടും ഭക്ഷണമായിട്ട് ഹിറാ ഗുഹയിലേക്ക് പോകും. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരികയും ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്നു ഉള്ള 5 ആയത്തുകൾ അവതരിപ്പിച്ചു കൊടുത്തത് എന്ന് നമുക്ക് ഹദീസുകളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ ദീർഘമായിട്ട് സൂറത്തുൽ ഖദറിൽ വിശദീകരിച്ചതുകൊണ്ട് നമ്മളിവിടെ ഇനി വിശദീകരിക്കുന്നില്ല. നമുക്ക് സൂറത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ആയത്ത് എന്താണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അവിടെ നമ്മൾ ഓതുമ്പോൾ ഇഖ് ഖാഫാണ്, ശ്രദ്ധിക്കണം, ഇക്ക് എന്നാവരുത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഖലഖ് ഖാ ആണ്, ഖാഫാണ്. ഖലഖ് എന്നാവരുത്, അല്ലെങ്കിൽ ഹലക്ക് എന്നാവരുത്. ഖലഖ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഇഖ്റ. ഖറ എന്ന് പറഞ്ഞാൽ വായിച്ചു. ഇഖ്റ വായിക്കുന്നു. ഇഖ്റ നീ വായിക്ക്. ഇഖ്റ കൽപ്പനാക്രിയയാണ്, നീ വായിക്ക്. ബിസ്മി, ഇസ്മ എന്ന് പറഞ്ഞാൽ പേര്, ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, പേര് കൊണ്ട് നീ വായിക്ക്. ആരുടെ പേര്? റബ്ബിക്ക, നിൻ്റെ റബ്ബിൻ്റെ പേര്. അപ്പോൾ നിൻ്റെ റബ്ബിൻ്റെ പേര് കൊണ്ട് നീ വായിക്ക്. ഇഖ്റ ബിസ്മി റബ്ബിക്ക. എങ്ങനെയുള്ളവനാണ് റബ്ബ്? അല്ലദി, അവനൊരുവനാണ്. ഖലഖ, അവൻ സൃഷ്ടിച്ചു. അപ്പോൾ സൃഷ്ടിച്ചവനായ നിൻ്റെ റബ്ബിൻ്റെ നാമത്തിൽ, നിൻ്റെ റബ്ബിൻ്റെ പേര് കൊണ്ട് നീ വായിക്കുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇവിടെയുള്ള ബാ, ഇഖ്റ നീ വായിക്കുക, ബിസ്മി പേര് കൊണ്ട് എന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ ബാ കൊണ്ടുള്ള ഉദ്ദേശം? മുഫസ്സിരീങ്ങൾ പറഞ്ഞു അത് ഇസ്തിആനത്തിൻ്റെ ബാ ആണ്, അഥവാ സഹായം തേടിക്കൊണ്ടുള്ള ബാ. അപ്പോൾ നിൻ്റെ റബ്ബിൻ്റെ നാമത്തിൻ്റെ സഹായം അതുകൊണ്ട് നീ എന്ത് ചെയ്യുക? വായിക്കുക. അപ്പോൾ റബ്ബിൻ്റെ നാമത്തിൻ്റെ സഹായം തേടിക്കൊണ്ട്, അഥവാ അതിൻ്റെ ബർക്കത്ത് അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞപ്പോൾ വിശദീകരിച്ചെന്നല്ലോ. ആ ബാ എന്താണ്? അത് അള്ളാഹുവിൻ്റെ പേരിൻ്റെ സഹായം തേടിക്കൊണ്ട്, അതിൻ്റെ ബർക്കത്ത് തേടിക്കൊണ്ടാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും നിൻ്റെ റബ്ബിൻ്റെ പേരിൻ്റെ സഹായം, ആ പേരിൻ്റെ ബർക്കത്ത് അതുകൊണ്ട് നീ വായിച്ചു കൊള്ളുക. അപ്പോൾ ബിസ്മില്ല ചൊല്ലിക്കൊണ്ട് വായിക്കാൻ ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇവിടെ ഖലഖ് എന്നാണ് പറഞ്ഞത്, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ റബ്ബ് എന്നാണ് പറഞ്ഞത്. എന്തിനെയാണ് അള്ളാഹു സൃഷ്ടിച്ചത് അതിവിടെ പറഞ്ഞിട്ടില്ല. മുഫസ്സിരീങ്ങൾ പറഞ്ഞു ഖലായിഖ്, എല്ലാ സൃഷ്ടികളെയും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണല്ലോ എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അവൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ നിൻ്റെ റബ്ബിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇമാം ഷൗക്കാനി റഹ്മഹുല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് ഇവിടെ ഖലഖ എന്നത് പറഞ്ഞത്? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ. അവൻ നമ്മളെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. പക്ഷേ അല്ലാഹു ഇവിടെ എടുത്തു പറഞ്ഞത് അവൻ സൃഷ്ടിച്ചു എന്ന അനുഗ്രഹം മാത്രമാണ്. എന്താണ് ഇതിന് കാരണം? ഷൗക്കാനി റഹ്മുള്ള പറയാണ്, അല്ലദീ ഖലഖ ലിതദ്കീരിൻ നിഅമതി ലിഅന്നൽ ഖൽഖ ഹുവ അഅ്ളമുൻ നിഅം.
സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. വ അലൈഹി യതറത്തബു സായിറുൻ നിഅം, അതിലൂടെയാണ് പിന്നെ സൃഷ്ടിപ്പിന് ശേഷമാണല്ലോ മറ്റുള്ള എല്ലാ അനുഗ്രഹങ്ങളും വരുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി ഏറ്റവും വലിയ അനുഗ്രഹം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹം ഇവിടെ എടുത്തു പറഞ്ഞത് എന്നതാണ് ഷൗക്കാനി റഹ്മത്തുള്ളാഹി പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന് ലക്ഷ്യമായിക്കൊണ്ട് മറ്റു ചില മുഫസ്സിരീങ്ങൾ റാസി റഹ്മത്തുള്ളാഹി പറഞ്ഞതായിട്ട് കാണാം. ഇന്നൽ ഹക്കീമ സുബ്ഹാനഹു ലമാ അറാദ അയ്യബ്അസഹു റസൂലൻ ഇലൽ മുശ്രിക്കീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കീങ്ങളിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയക്കുവാൻ തീരുമാനിച്ചപ്പോൾ ലൗ ഖാല ലഹു, അവരോട് പറഞ്ഞിരുന്നെങ്കിൽ, അഥവാ റസൂൽ ഖുർആൻ മുശ്രിക്കീങ്ങൾക്ക് ഓതി കൊടുക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് ഓതി കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ഓതി കൊടുക്കുന്നത് ഈ സൂറത്തു ഇഖ്റ ആണ്, സൂറത്തുൽ അലക്കാണ്. ഇത് ഓതി കൊടുക്കുമ്പോൾ അവരോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ത്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ലാ ശരീക ലഹു, ഒരു പങ്കുകാരനുമില്ലാത്ത നിൻ്റെ റബ്ബ്, ആ റബ്ബിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്നതാണ് മക്കയിലെ മുശ്രിക്കീങ്ങളോട് പറഞ്ഞിരുന്നത് എങ്കിൽ ല അബൗ അയ്യഖ്ബലു ദാലിക മിൻഹു, അതവർ സ്വീകരിക്കുവാൻ തയ്യാറാകുമായിരുന്നില്ല. കാരണം എന്താ, മക്കയിലെ മുശ്രിക്കീങ്ങൾ ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യമാണ് അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്നത്. കാരണം അവർ ശിർക്ക് ചെയ്യുന്നവരാണ്, അവർ മുശ്രിക്കീങ്ങളാണ്. അവർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടിൽ നിന്ന് പുറത്താക്കിയത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് റസൂൽ പറഞ്ഞതിൻ്റെ പേരിലാണ്. അപ്പോൾ ആദ്യം തന്നെ അവരിലേക്ക് ചെന്നുകൊണ്ട് സൃഷ്ടിച്ചവനായ റബ്ബിൻ്റെ നാമത്തിൽ വായിക്കണമെന്ന് പറയുമ്പോൾ അവർ അംഗീകരിച്ചേക്കാം. പക്ഷേ ആദ്യം തന്നെ ചെന്നുകൊണ്ട് പിന്നെ ഒരു പങ്കുകാരനുമില്ലാത്ത ഏകനായ റബ്ബിൻ്റെ നാമത്തിൽ വായിക്കുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മക്കയിലെ മുശ്രിക്കീങ്ങൾ അത് നിരാകരിച്ചേക്കാം. ലാകിന്നഹു തആല ഖദ്ദമ ലിദാലിക മുഖദ്ദിമ തുൽജിഉഹും ഇലൽ ഇഅ്തിറാഫി ബിഹി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അള്ളാഹു ഒരു മുഖദ്ദിമ, ഒരു മുഖവുര എന്ന നിലയിലാണ് ഖലഖ എന്നത് ഉപയോഗിച്ചത് എന്ന്. കാരണം അള്ളാഹു ഖാലിഖാണ് എന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾ അംഗീകരിച്ച കാര്യമായിരുന്നു. അള്ളാഹുവാണ് ഖാലിഖ് എന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾ അംഗീകരിച്ചിരുന്നു. ഇനി ശഖീത്തു റഹ്മത്തുള്ളാഹി ഇതിന് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, വസ്ഫുർ റബ്ബി ബില്ലദീ ഖലഖ മഅ ഇത്ലാഖിൽ വസ്ഫി വദാലിക ലിഅന്ന സിഫത്തുൽ ഖൽഖി ഹിയ അഖ്റബു സിഫാത്തി ഇലാ മഅന റുബൂബിയ്യ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റബ്ബ് എന്ന നാമമാണ് അല്ലാഹു ഉപയോഗിച്ചത്. ലൈഖറ ബിസ്മി റബ്ബിക, റബ്ബ് എന്ന വിശേഷണമാണ് അല്ലാഹു ഉപയോഗിച്ചത്. അപ്പോൾ അല്ലാഹു റബ്ബ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റുബൂബിയത്തിലുള്ള വിശ്വാസമാണ്, അല്ലാഹു റബ്ബാണ് എന്ന വിശ്വാസമാണ്. അപ്പോൾ അല്ലാഹു റബ്ബാണ് എന്ന ആശയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് അല്ലാഹു ഖാലിഖാണ്, അവൻ സൃഷ്ടാവാണ് എന്ന വിശേഷണമാണ്. വലി അന്നഹ അജ്മഉ സിഫാത്തി ലിത്തഅരീഫി ബില്ലാഹി തആല ലി ഖൽഖിഹി, അല്ലാഹുവിൻ്റെ സൃഷ്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഈ റബ്ബ് എന്ന അല്ലെങ്കിൽ ഖാലിഖ് എന്ന വിശേഷണം അത് എല്ലാ വിശേഷണങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്നതാണ്. വഹിയ സിഫത്തുല്ലത്തി യുസല്ലിമൂന ബിഹ, മക്കയിലെ മുശ്രിക്കീങ്ങൾ അംഗീകരിച്ചിരുന്ന അള്ളാഹുവിൻ്റെ വിശേഷണമാണ് അള്ളാഹു ഖാലിഖാണ്, സൃഷ്ടാവാണ്, അവൻ സൃഷ്ടിക്കുന്നവനാണ് എന്നത്. കാരണം ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ്, ആകാശഭൂമികൾ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അവർ പറയും അത് അള്ളാഹുവാണ്. അപ്പോൾ അവർ അംഗീകരിച്ചിരുന്നതായിരുന്നു അള്ളാഹുവാണ് ഖാലിഖ് എന്ന്. ഇതാണ് ഇമാം ശഖീത്തു റഹ്മത്തുള്ളാഹി പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു ഖാലിഖാണ് എന്ന് അവർ അംഗീകരിച്ചിരുന്നതായിരുന്നു. റബ്ബ് എന്ന അള്ളാഹുവിൻ്റെ ആ ഒരു വിശേഷണത്തിലേക്ക് ഏറ്റവും അടുത്ത് വരുന്നത് ഖാലിഖ് എന്ന വിശേഷണമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ഖലഖ എന്ന് പറഞ്ഞത് എന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. ശരി, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇഖ്റ, നീ വായിക്കണം, ബിസ്മി റബ്ബിക, നിൻ്റെ റബ്ബിൻ്റെ നാമത്തിൽ. ആ റബ്ബ് എങ്ങനെയാണ്, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനാണ് അവൻ. അപ്പോൾ സൃഷ്ടിച്ചവനായ നിൻ്റെ റബ്ബിൻ്റെ നാമത്തിൽ നീ വായിക്കുക. രണ്ടാമത്തെ ആയത്തിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഖലഖ, ഖാഉം ഖാഫുമാണ്, നമ്മൾ മഖ്റജ് ശ്രദ്ധിക്കണം. ഹലക എന്നാവരുത്, ഖലഖ. അൽ ഇൻസാന, സുക്കൂണിലെ നൂനിന് ശേഷം സീനാണ്, ഇപ്പോൾ ഇഖ്ഫാ എന്ന നിയമമാണ്. അൽ ഇൻസാന അവിടെ മണിക്കണം. മിൻ അലഖ്, മിൻ അലഖ്, അവിടെ ഇൽഹാറാണ്, മണിക്കാൻ പാടില്ല, വെളിവാക്കി ഓതണം. അലഖ്, ഖാഫ് ഖുതുബിയതിൻ്റെ അക്ഷരമായതുകൊണ്ട് തന്നെ അത് പ്രകടമാകണം. ഖലഖൽ ഇൻസാന മിൻ അലഖ്. എന്താണ് അള്ളാഹു പറയുന്നത്? ഖലഖ, അവൻ സൃഷ്ടിച്ചു. ആരെ?
അൽ ഇൻസാന, മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു. എവിടെ നിന്ന്? മിൻ അലഖ്, അലഖിൽ നിന്ന് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അലഖിൽ നിന്ന് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്താണ് അലഖ് എന്ന് പറഞ്ഞാൽ? അലഖ് എന്ന് പറഞ്ഞാൽ അലഖത്ത് എന്നതിൻ്റെ ജംആണ് അലഖ്. അലഖത്ത് എന്നതിൻ്റെ ജംആണ് അലഖ്. എന്താണ് അലഖ് പറഞ്ഞാൽ? ദമുൻ ജാമിദ്, ഉറച്ചു നിൽക്കുന്ന രക്തം അഥവാ രക്തക്കട്ട. ഉറച്ചു നിൽക്കുന്ന രക്തം, രക്തക്കട്ട, അതിനെയാണ് അലഖ് എന്ന് പറയാറുള്ളത്. നമ്മൾ സാധാരണ അട്ട എന്ന ജീവി ഉണ്ടല്ലോ, അട്ട, രക്തം കുടിക്കുന്ന അട്ട എന്ന ജീവി, അതിനെയും അലഖ് എന്ന് തന്നെയാണ് അറബിയിൽ പറയാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് മാത്രം ഇവിടെ പറഞ്ഞത്? അത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖൽ ഇൻസാന മിൻ അലഖ്, ആദ്യം പറഞ്ഞത് എന്താ? ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിൻ്റെ റബ്ബ്. അപ്പോൾ എന്തിനെ സൃഷ്ടിച്ചത്? എല്ലാത്തിനെയും. മനുഷ്യൻ അതിൽ ഉൾപ്പെടും, ജീവികൾ ഉൾപ്പെടും, പക്ഷികൾ ഉൾപ്പെടും, മൃഗങ്ങൾ ഉൾപ്പെടും, മത്സ്യങ്ങൾ ഉൾപ്പെടും, എല്ലാം അതിൽ ഉൾപ്പെടും. എന്നാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖൽ ഇൻസാന, മനുഷ്യനെ മാത്രമാണ് പറഞ്ഞത്, പിന്നെ എല്ലാ ജീവികളെയും പറഞ്ഞിട്ടില്ല. അലക്കിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് മാത്രം അല്ലാഹു പറയുന്നത്? ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുന്നു, ഫനസ്വ വഖസ്വ ഖൽഖൽ ഇൻസാനി തക്രീമൻ ലിൽ ഇൻസാനി വതശ്രീഫൻ ലിൽ ഇൻസാൻ. അത് മനുഷ്യന് നൽകുന്ന ഒരു ആദരവാണ്, മനുഷ്യന് നൽകുന്ന ഒരു സ്ഥാനം, ഒരു ഷറഫ്, ഒരു കറാമത്ത്. അതുകൊണ്ടാണ് മനുഷ്യനെ മാത്രം എടുത്തു പറഞ്ഞത്. ലി അന്നല്ലാഹ തആല യഖൂൽ, കാരണം അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യന് നൽകുന്ന ഒരു കറാമത്ത്, അവന് നൽകുന്ന ഒരു തശ്രീഫ്, അതുകൊണ്ടാണ് മനുഷ്യന് മാത്രം പറഞ്ഞത് എന്ന് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുന്നു. അപ്പോൾ അലക്കിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലേ? രക്തപിണ്ഡം, രക്തക്കട്ട, ഉറച്ചു നിൽക്കുന്ന രക്തം, അതിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം, ചില സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ പറഞ്ഞതുപോലെ അലക്കിൽ നിന്ന് സൃഷ്ടിച്ചു. ചില സ്ഥലങ്ങളിൽ അല്ലാഹു പറയുന്നത് മാ ഉം മഹീൻ, മിമ്മാ ഇൻ മഹീൻ എന്ന് പറഞ്ഞല്ലോ, മഹീനായ മായിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു ചില ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. ചില ആയത്തുകൾ അള്ളാഹു പറഞ്ഞത് മാ ഉൻ ദാഫിഖ്, ഖുലിഖ മിൻ മാ ഇൻ ദാഫിഖ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ സൂറത്തു ത്വാരിഖിൽ, അഥവാ തെറിച്ചു വീഴുന്ന ഇന്ദ്രിയ തുള്ളി, വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് ചില ആയത്തുകളിൽ പറയുന്നു. ചിലയിടത്ത് അള്ളാഹു പറയുന്നത് സ്വൽസ്വാലിൻ കൽ ഫഖാർ, അതിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ചിലയിടത്ത് പറയുന്നു ത്വീൻ, അതിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ചിലയിടത്ത് പറയുന്നു മിൻ തുറാബ്, തുറാബിൽ നിന്ന്, മണ്ണിൽ നിന്നാണ്, കളിമണ്ണിൽ നിന്നാണ്. അതുപോലെ സ്വൽസ്വാലിൻ കൽ ഫഖാർ, മുട്ടിയാൽ ഒച്ചയുണ്ടാകുന്ന അങ്ങനത്തെ മണ്ണിൽ നിന്നാണ് എന്നൊക്കെ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഖുർആനിൽ വൈരുദ്ധ്യമാണോ? ചില സ്ഥലങ്ങളിൽ അലക്ക്, ചില സ്ഥലങ്ങളിൽ തുറാബ്, ചില സ്ഥലങ്ങളിൽ ത്വീന്, ഇങ്ങനെ വ്യത്യസ്തമായി പറയുന്നത് അത് ശരിക്കും ഒരു വൈരുദ്ധ്യമാണോ? ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി ഇതിനെക്കുറിച്ച് അദ്ദേഹം തഫ്സീറിൽ പറയാണ്, ല, ഒരിക്കലുമല്ല. വലാ യുംകിനു അൻ യകൂന ഫീ കലാമില്ലാഹി തആല ഔ മാ സ്വഹ അൻ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഉം മിനത് തനാഖുലി അബദാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളിലോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി വന്ന ഹദീസുകളിലോ ഒരിക്കലും ഒരു തനാഖുൽ, ഒരു കുറവ്, ഒരു അബദ്ധം അതുണ്ടാവുകയില്ല. ഫ ഇന്നല്ലാഹ യഖൂൽ, കാരണം അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഈ ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അതിൽ ധാരാളം അബദ്ധങ്ങൾ നിങ്ങൾ കാണുമായിരുന്നു. അപ്പോൾ അബദ്ധങ്ങൾ ഖുർആനിലില്ല. പിന്നെന്താണ്? ലാകിന്നഹു സുബ്ഹാനഹു വ തആല, പക്ഷെ അല്ലാഹു യദ്കുറു അഹ്യാനൻ മബ്ദഅൽ ഖൽഖി മിൻ വജ്ഹിൻ വ മബ്ദഅൽ ഖൽഖി മിൻ വജ്ഹിൻ ആഖർ. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ ഒരു ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു, മറ്റു ചില സ്ഥലങ്ങളിൽ വേറെ ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു. വ്യത്യസ്ത രൂപങ്ങളിൽ നമുക്ക് അവതരിപ്പിച്ച് തരികയാണ്. ഫഖലഖഹു മിൻ തുറാബിൻ, അപ്പം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് ചില ഭാഗത്ത് പറയുന്നുണ്ടല്ലോ. യഅനി, അതെന്താണ് ഉദ്ദേശം? അവ്വലു മാ ഖുലിഖൽ ഇൻസാനു മിനത് തുറാബ്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നാണ്. അതാരാണ്? ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പാണ് അവിടെ ഉദ്ദേശം. ആദം നബി അലൈഹി ഇസ്ലാമിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നും ഒരു പിടി മണ്ണ് വാരിയിട്ടാണ്. അപ്പോൾ മണ്ണിൽ നിന്നാണ് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പ്. എന്നിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ചില ഭാഗത്ത് ത്വീനിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ടല്ലോ. അതെന്താണ് ഉദ്ദേശം? അതുദ്ദേശം സുമ്മ സുബ്ബ അലൈഹിൽ മാഉ
ഫക്കാനത്തുയിന, അള്ളാഹു എടുത്ത ആ മണ്ണിലേക്ക് വെള്ളമൊഴിച്ചു. മണ്ണിൽ വെള്ളം ചേർന്ന കളിമണ്ണായി മാറി. അപ്പോൾ കളിമണ്ണിൽ നിന്നാണ് ആദം നബി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പ് എന്നാണ് ഉദ്ദേശിച്ചത്. സുമ്മസ്തമറ മുദ്ദത്തൻ, പിന്നെ അത് കുറച്ചു കാലം അങ്ങനെ വെച്ചു. ഫക്കാന ഹമഅം മസ്നൂന, അപ്പോൾ അതെന്ത് ചെയ്തു, അതിങ്ങനെ ഒരു കട്ടിയുള്ള ഒരു രൂപത്തിലേക്ക് അങ്ങനത്തെ ഒരു മണ്ണായിട്ട് എന്ത് ചെയ്തു, അത് മാറി. സുമ്മത്വാലത്ത് മുദ്ദത്തഹു ഫക്കാന സ്വൽസ്വാല, യഅനി ഇദാ ലറബ്തഹു ബിയദിക തസ്മഉ ലഹു സ്വൽസ്വലതൻ കൽ ഫഖാർ. അഥവാ പിന്നെ അങ്ങനെ വെച്ച ആ ഒരു മണ്ണ് അതെന്ത് ചെയ്തു, അതങ്ങനെ പിന്നെ കുറച്ചു കാലം ഇങ്ങനെ വെച്ചപ്പോഴേക്കിന് അത് പിന്നെ സ്വൽസ്വാലം കൽ ഫഖാർ, അഥവാ മുട്ടിയാൽ ഇങ്ങനെ ശബ്ദമുണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു കളിമണ്ണിൻ്റെ രൂപത്തിലേക്ക് അത് മാറി. അപ്പോൾ ഒക്കെ എന്താണ്, ആദം നബി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. അത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ രൂപങ്ങൾ, ഓരോ ഘട്ടങ്ങളെയും വിശദീകരിച്ചു എന്ന് മാത്രം. സുമ്മ ഖലഖഹു അസ്സ വജല്ല ലഹ്മൻ, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാംസമുണ്ടാക്കി, വഅളമൻ എല്ലുണ്ടാക്കി, വഅസബൻ ഇലാ ആഖിരിഹി ഹാദാ ഇബ്തിദാഉൽ ഖൽഖിൽ മുതഅല്ലഖ് ബി ആദം. ഈ പറയുന്ന ഘട്ടങ്ങളെല്ലാം ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, അതേപോലെ തന്നെ മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന രൂപത്തിലുള്ള മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ഇതൊക്കെ പറയുന്നതാണ് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ മാത്രമാണ്. അല്ലാതെ ഒരിക്കലും എന്തല്ല, അതൊരു വൈരുദ്ധ്യമല്ല. ഇനി ചില സ്ഥലങ്ങളിൽ ഖുർആൻ അലക്കിൽ നിന്ന് സൃഷ്ടിച്ചു, മാ ഉൻ ദാഫിഖിൽ നിന്ന് സൃഷ്ടിച്ചു, മാ ഉൻ മഹീനിൽ നിന്ന് സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതെന്താണ് അവരുടെ ഉദ്ദേശം? അപ്പോൾ അദ്ദേഹം പറയാണ് അൽ ഖൽഖുൽ ആഖിർ മിൻ ബനീഹി, ഇനി അദ്ദേഹത്തിൻ്റെ ആദം നബി ഇസ്ലാമിൻ്റെ മക്കളിൽ നിന്നുള്ള സൃഷ്ടിപ്പ് അത് വേറൊരു രൂപത്തിലാണ്. അവ്വലു മൻശിഇഹിം മിൻ നുത്ഫ, അവരുടെ സൃഷ്ടിപ്പിൽ ആദ്യ ഘട്ടം എന്താണ്? നുത്ഫയാണ്, അത് ഇന്ദ്രിയത്തുള്ളിയാണ്. വഹിയൽ മാ ഉൽ മഹീൻ വഹിയൽ മാ ഉദ്ദാഫിഖ്, അതാണ് മാ ഉൽ മഹീൻ, അതാണ് മാ ഉദ്ദാഫിഖ് ഒക്കെ. ഹാദിഹിൻ നുത്ഫത്തു തബ്ഖി ഫിർ റഹിമി 40 യൗമ, ഈ ഒരു നുത്ഫ, ഈ ഒരു ഇന്ദ്രിയത്തുള്ളി ഗർഭപാത്രത്തിൽ 40 ദിവസം നിൽക്കുന്നു. സുമ്മ തതഹവ്വലു ശൈഅൻ ഫശൈഅ, പിന്നെ അതിങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. വബി തമാമിൽ 40 തൻഖലിബു ബിത്തതവ്വുരി വത്തദ്രീജി ഹത്താ തകൂന ദമ, അങ്ങനെ ഒരു 40 ദിവസമാകുമ്പോഴേക്ക് അതൊരു രക്തത്തിൻ്റെ രൂപത്തിലേക്ക് മാറുന്നു. അലഖത്തൻ, എങ്ങനെ? അലക്ക അഥവാ കട്ടിയുള്ള രക്തപിണ്ഡം പോലെ, കട്ടിയുള്ള ഉറച്ച ഒരു രക്തത്തിൻ്റെ രൂപത്തിലേക്ക് അത് മാറുന്നു. സുമ്മ തബ്ദഉ ബിന്നംവി, പിന്നെന്ത് ചെയ്യുന്നു, അതിൻ്റെ വളർച്ച പിന്നെയും ആരംഭിക്കുന്നു. വതതവ്വുറു ശൈഅൻ ഫശൈഅ, അത് ഘട്ടം ഘട്ടമായി അത് വികസിച്ചു വരുന്നു. ഫഇദാ തമ്മത്ത് 80 യൗമൻ, അങ്ങനെ 80 ദിവസം പൂർത്തിയായാൽ ഇൻതഖലത് ഇലാ മുൽഗ, അത് മുൽഗയുടെ അവസ്ഥയിലേക്ക്, മാംസപിണ്ഡത്തിൻ്റെ അവസ്ഥയിലേക്ക് അത് മാറുന്നു. ഖിത്അത്തും മിൻ ലഹ്മിൻ, ഒരു മാംസത്തിൻ്റെ ഒരു കഷ്ണം, അതാണ് മുൽഗ എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ ചവക്കുന്ന പോലത്തെ ആ ഒരു രൂപത്തിലേക്ക് അത് മാറുന്നു. വതബഖ കദാലിക 40 യൗമൻ, പിന്നെ 40 ദിവസം പിന്നെയും അതുപോലെ ഗർഭപാത്രത്തിൽ കടക്കുന്നു. ഫഹാദിഹി 120 യൗമ, അങ്ങനെ 340 കൂടിയാൽ 120 ദിവസം പൂർണ്ണമാകുമ്പോൾ, അഥവാ 4 അഷ്ഹുർ, 4 മാസം, 120 ദിവസം 4 മാസം പൂർണ്ണമാകുമ്പോൾ, ബഅദ 4 അഷ്ഹുരിൻ, 4 മാസത്തിന് ശേഷം, യബ്അസുല്ലാഹു ഇലൈഹിൽ മലക്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ അവനിലേക്ക് പറഞ്ഞയക്കുന്നു. ബിൽ അർഹാമി, ആ ഗർഭപാത്രത്തിലേക്ക്. ഫയംഫുഖു ഫീഹി റൂഹ്, അതിൻ്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ട ആ മലക്കിനെ പറഞ്ഞയക്കുകയും ആ മലക്ക് റൂഹ് ഊതുകയും ചെയ്യുന്നു. ഫതദ്ഖുലു റൂഹു ഫിൽ ജസദി ബിഇദ്നില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം റൂഹ് ആ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. വറൂഹു ലാ നസ്തതിഉ അൻ നഅരിഫ, റൂഹ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങനെ പറയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അതെന്താണ്? അസ്ലുഹു മിനത് തുറാബ്, അത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മണ്ണിൽ നിന്നാണ്, അഥവാ ആദം നബി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പ്. സുമ്മ ഫി അർഹാമിൻ നിസാഇ മിനൻ നുത്ഫ, പിന്നെ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ, നുത്ഫയിൽ നിന്ന് സ്ത്രീയുടെ ഗർഭപാത്രത്തിലാണ്. അത് ആദം നബി ഇസ്ലാമിൻ്റെ മക്കളായ നമ്മുടെ മറ്റുള്ള മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പുമാണ്. അപ്പോൾ 2 രൂപത്തിലുള്ള സൃഷ്ടിപ്പുണ്ട്. ആ 2 രൂപത്തിലുള്ള സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ, വ്യത്യസ്ത രൂപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും എന്തല്ല, ചില ഭാഗത്ത് അലക്ക് പറഞ്ഞല്ലോ, ചില ഭാഗത്ത് മാ ഉൻ ദാഫിഖ് പറഞ്ഞല്ലോ, ചില ഭാഗത്ത് മാ ഉൻ മഹീന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് നമ്മളതിലൊരിക്കലും ഇഷ്കാലാകേണ്ട ആവശ്യമില്ല എന്നതാണ് ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അലക്കയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഹിക്മത്ത് എന്താണ്? അലക്കയിൽ നിന്ന് സൃഷ്ടിച്ചു, യഥാർത്ഥത്തിൽ നുത്തുഫയിൽ നിന്നാണല്ലോ സൃഷ്ടിക്കുന്നത്, നുത്തുഫയാണല്ലോ ഏറ്റവും തുടക്കം. അലക്ക അത് കഴിഞ്ഞിട്ടാണല്ലോ, നമ്മൾ നേരത്തെ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള വായിച്ചു, നുത്തുഫ 40 ദിവസം കഴിഞ്ഞിട്ടാണ് അലക്കയായി മാറുന്നത്. ഈ അലക്ക അതിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഹിക്മത്ത് എന്താണ്?
അപ്പോൾ അവിടെ ഇബ്നു ആഷൂർ റഹിമഹുല്ല തൻ്റെ തഫ്സീറിൽ പറയാണ്, മഅന ഖലഖൽ ഇൻസാൻ മിൻ അലഖ്, മനുഷ്യനെ അലഖയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അന്ന നുത്ഫത ദക്രി വ നുത്ഫതൽ മർഅത്തി ബഅദൽ ഇഖ്തിലാത്തി വ മുളിയ്യി മുദ്ദത്തിൻ കാഫിയത്തിൻ തസ്വീറാൻ അലഖ. സ്ത്രീയുടെ നുത്ഫയും അവളുടെ ബീജവും അഥവാ അണ്ടവും അതുപോലെ തന്നെ പുരുഷൻ്റെ ബീജവും ഇത് രണ്ടും പാടെ കൂടിച്ചേർന്ന് ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോഴാണ് അലക്ക ഉണ്ടാകുന്നത്. فإذا صارت علقة فقد أخذت في أطوار التكون فجعلت العلقة مبدأ الخلق ولم تجعل النطفة مبدأ الخلق لأن النطفة اشتهرت في ماء الرجل فلو لم تخالطه نطفة المرأة لم تصر العلقة فلا يتخلق الجنين. അഥവാ ഇവിടെ അദ്ദേഹം പറയുന്നത് പുരുഷൻ്റെ ബീജം മാത്രമാണ് എങ്കിൽ അതൊരിക്കലും ഒരു കുട്ടിയായിട്ട് അത് വളരുകയില്ല. അതോടൊപ്പം എന്ത് ചേരണം? സ്ത്രീയുടെ അണ്ടം കൂടി ചേരണം. ഇത് രണ്ടുംപാട് ചേർന്ന് അലക്കയായി മാറിയാൽ മാത്രമേ അത് പിന്നെ ഒരു ജനീനായിട്ട് ഒരു ഗർഭസ്ഥ ശിശുവായിട്ട് അത് വളരുകയുള്ളൂ എന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലക്കയിൽ നിന്നുള്ള സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഹിക്മത്ത് എന്താണ് എന്നതാണ് ഇബ്നു ആഷൂർ റഹിമഹുല്ല ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരി, ഇവിടെ നമ്മൾ 2 ആയത്തുകളാണ് പഠിച്ചത്. ഒന്ന്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിൻ്റെ റബ്ബിൻ്റെ നാമം കൊണ്ട്, ആ നാമത്തിൻ്റെ സഹായം കൊണ്ട് നീ വായിക്കുക. 2, ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലക്ക അഥവാ കട്ടിയുള്ള ഒരു രക്തപിണ്ഡം, അതിൽ നിന്നാണ് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചത് എന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധത്തിൽ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കുവാനും അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.